പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാം ബജറ്റിലേക്ക് രാജ്യം ഉറ്റുനോക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ സുസ്ഥിര വികസനത്തിനായി കേന്ദ്രം കാത്തുവച്ചിരിക്കുന്നത് എന്താണ് എന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. ഒപ്പം കേരളത്തിന് എന്ത് കിട്ടുമെന്ന പ്രതീക്ഷയും. ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു വ്യവസായത്തെ, ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ആണ് മൂലധനം. മൂലധനമില്ലാതെ ചെറുകിട വ്യവസായങ്ങളാകട്ടെ വൻകിട വ്യവസായങ്ങളാകട്ടെ ഒന്നും തുടങ്ങാനാകില്ല. അല്ലെങ്കിൽ അതിനൊരു ചവിട്ടുപടി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും മൂലധനം ഉള്ളതിലൂടെ നമ്മളെപ്പോഴും ഉദ്ദേശിക്കാറ്. കേരളത്തെ സംബന്ധിച്ച് മൂലധന നിക്ഷേപം ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന് ഒരു ഉയർച്ച വേണം എന്നുള്ളതാണ് ധനമന്ത്രിയുടെ മർമ്മപ്രധാനമായ വാദം. രാജ്യത്ത് സാമ്പത്തിക വളർച്ചയുണ്ടാകണമെങ്കിൽ മൂലധന നിക്ഷേപം ആവശ്യമാണെന്നും നിലവിലെ പലിശ നിരക്കിൽ കുറവ് വരുത്തണമെന്നും ധനമന്ത്രി ആവശ്യപ്പെടുന്നു. രാജ്യത്തെ എല്ലാ മേഖലയിലും സാമ്പത്തിക വളർച്ച ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇക്കാര്യത്തിനകത്ത് കൂടുതൽ മൂലധന നിക്ഷേപം വേണം, കൂടുതൽ പണം ഉണ്ടാവണം. പലിശയുടെ കാര്യത്തിനകത്ത് കുറവ് വരുത്തുന്ന തീരുമാനം വേണം. ബോറോയിങ്ങിന് സംസ്ഥാനങ്ങളെ കൂടുതൽ അനുവദിക്കണം. കേന്ദ്ര ഗവൺമെൻറ് കൂടുതൽ നിക്ഷേപത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇതാണ് ഞങ്ങൾ പൊതുവിൽ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു, കേരളത്തിന് ഏറ്റവും വലിയ വെട്ടിക്കുറവാണ് കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് വന്നത്. ആ വെട്ടിക്കുറവിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ പത്രങ്ങൾ തന്നെ എഡിറ്റോറിയൽ എഴുതിയിരുന്നു, കേരളത്തിന് അർഹമായ തുക ലഭിക്കുന്നില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എല്ലാ പത്രപ്രവർത്തക സുഹൃത്തുക്കളും മാധ്യമങ്ങളും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാരും എല്ലാം പറയുന്നതാണ്. കേരളത്തിന് അർഹമായ തുക കിട്ടുന്നില്ല. നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ പകുതിയെ നമുക്ക് ശതമാന കണക്കിൽ കിട്ടുന്നുള്ളൂ. കേരളത്തിന് തുല്യമായി നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന സംസ്ഥാനങ്ങൾക്ക് ഏകദേശം ഇപ്പോഴും അത് കിട്ടുന്നുണ്ട്. എന്നാൽ കേരളത്തിന് ആ തുക കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് നികുതിയുടെ ഭാഗമായിട്ട് തരുന്ന പണം കുറഞ്ഞു. റിസർവ് ബാങ്കിൻ്റെ സ്റ്റേറ്റ് ഫൈനാൻസസ് എന്ന റിപ്പോർട്ട് പറയുന്നത്, കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ റവന്യൂ ചെലവിന് വേണ്ടി ചെലവാക്കുന്ന പണത്തിൽ 63% ചെലവാക്കുന്നത് സ്വന്തമായ വരുമാനത്തിൽ നിന്ന് ചെലവാക്കേണ്ടി വരുന്നു കേരളത്തിന്. ആകെ 100 രൂപ ചെലവാക്കുമ്പോൾ 63 രൂപയും കേരളം തനതായിട്ട് ഉണ്ടാക്കേണ്ടി വരുന്നു. എന്നാൽ ഇന്ത്യൻ ആവറേജ് സൂചിപ്പിക്കുന്ന കണക്കുകൾ അത്രയധികം വലുതാണ്. എത്രത്തോളമാണ് കേരളത്തിന് ലഭിക്കുക എന്നുള്ളത് കൃത്യമായി കേരളത്തിനും പറയാനാകില്ല. എങ്കിലും 24,000 കോടിയുടെ പ്രത്യേക പാക്കേജാണ് കേരളം പ്രധാനമായും ആവശ്യപ്പെട്ടത്. പല ഘട്ടങ്ങളിലും കേരളത്തിന് അർഹമായ തുക ലഭിച്ചിട്ടില്ല എന്നും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ചോദിക്കാതെ വാരിക്കോരി കൊടുത്തപ്പോഴും കേരളത്തിന് അവഗണനയാണെന്നും ധനമന്ത്രി പറയുന്നു. ഈ തരത്തിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ്, GSTയുടെ വെട്ടിക്കുറവ്, 50,000 കോടിയിലധികം വന്ന വെട്ടിക്കുറവ് ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് ഇപ്രാവശ്യം ആവശ്യപ്പെട്ടു. 24,000 കോടി. അതിൻ്റെ ഒരു ഭാഗമെങ്കിലും തരും. പൂർണ്ണമായി തരണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ഭാഗമെങ്കിലും ഞാൻ പറയുന്നത് അത് അത്യാവശ്യമായി നമുക്ക് കിട്ടേണ്ടതാണ്. കഴിഞ്ഞ ബഡ്ജറ്റ് ആദ്യ ബഡ്ജറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൂന്നാം മോഡി ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ 2 സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യൽ പാക്കേജ് കൊടുത്തു. ആന്ധ്രയ്ക്കും ബീഹാറിനും. നിങ്ങൾക്കറിയാം, നമുക്കൊന്നും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും തന്നിട്ടില്ല. അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ ഒന്നും സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ഞാൻ എടുത്ത് പറയുന്നില്ല. എന്തായാലും കേരളം തനതായി ഉണ്ടാക്കേണ്ടി വരുന്ന പണത്തിൻ്റെ പോലും ഉണ്ടാക്കേണ്ടി വരാത്ത സ്റ്റേറ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കത് വേണം, നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പ്രതീക്ഷിക്കുന്നു. തനതായ ചെലവിൽ നിന്ന് കേരളം വഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയധികം ചെലവ് കേരളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ചെലവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക പാക്കേജിന് ഒരു പ്രത്യേക പരിഗണന നൽകണമെന്നുള്ള ഒരാവശ്യത്തിൽ ഊന്നി തന്നെയാണ് ധനമന്ത്രി ഓരോ വാക്കും പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായ കാര്യം, കേരളം ഏറ്റവും അധികം ഇപ്പോൾ പ്രതീക്ഷയർപ്പിക്കുന്നത് അല്ലെങ്കിൽ ധനസഹായം ആവശ്യപ്പെടുന്നത്, ആവശ്യമായിട്ടുള്ളത് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അനാഥരെ നഷ്ടപ്പെട്ട ഒരു പറ്റം ആളുകൾക്കുള്ള പുനരധിവാസത്തിനായുള്ള ചിലവിനു വേണ്ടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ മുണ്ടക്കൈ ചുരൽമല ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ വയനാടിനായി 2,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യവും കേരളം ഉന്നയിച്ചിട്ടുണ്ട്. വയനാടിൻ്റെ കാര്യത്തിനകത്ത് നിങ്ങൾക്കെല്ലാം അറിയാം, വയനാടിനകത്ത് ഇപ്പോൾ പ്രത്യേക ഒരു അനൗൺസ്മെൻ്റൊക്കെ അവർ നടത്തി. അങ്ങനെ ദുരിതം ഇച്ചിരി കാര്യമായ ദുരിതമാണെന്നൊരു അഡ്രസ്സ് തന്നല്ലാതെ അതിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഒന്നും തന്നിട്ടില്ല. 2,000 കോടിയാണ് നമ്മൾ അതിന് ചോദിച്ചേക്കുന്ന സാമ്പത്തിക പാക്കേജ്. അത്
നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം കണ്ട് സംസാരിച്ചാണ്. ഇത് കൂടാതെ ധനകാര്യ വകുപ്പിൻ്റെ ആയിട്ട് ഞങ്ങൾ ധനകാര്യമന്ത്രിമാരെ വിളിച്ചപ്പോൾ ഈ മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. അത് 2000 കോടിയാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തെങ്കിലും ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നു എന്നാണ് എനിക്ക് വളരെ തുറന്ന മനസ്സോടെ വിശ്വാസത്തോടെ പറയാനുള്ളത്. അത്രയധികം പ്രതീക്ഷയാണ്. 2000 കോടി രൂപയുടെ പാക്കേജാണ് വയനാട് പുനരധിവാസത്തിനായി, അല്ലെങ്കിൽ വയനാട് ദുരന്തത്തിൽ അനാഥപ്പെട്ട ഒരു പറ്റം ജീവനുകൾക്കായി കേരളം ആവശ്യപ്പെടുന്നത്. അതും കേന്ദ്രത്തിൻ്റെ പരിഗണനയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ. പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് കേന്ദ്രം എന്ത് നൽകുമെന്നുള്ളതും കേരളം പ്രതീക്ഷയോടെ തന്നെ നോക്കുകയാണ്. ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ചെലവായ 8500 കോടിയിൽ 5500 കോടി രൂപയും തനത് വിഹിതമാണെന്നും മന്ത്രി എടുത്തു പറയുന്നു. അത് കടമായി തരുന്ന കാര്യത്തിലെങ്കിലും കൃത്യമായൊരു തീരുമാനം ആവശ്യമാണ്. അല്ലെങ്കിൽ 5500 കോടി രൂപ തനത് വിഹിതം ചിലവാക്കിയതിൽ 5000 കോടിയെങ്കിലും തങ്ങൾക്ക് മടക്കി കിട്ടണം എന്നുള്ളൊരാവശ്യം കൂടിയാണ് ധനമന്ത്രി പറയുന്നത്. ഇത് മാത്രമല്ല, കടമായിട്ടാണ് ഇപ്പോൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ലഭിക്കുന്നത്. ആ ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൻ്റെ കാര്യത്തിലും കൃത്യമായൊരു തീരുമാനം വേണമെന്നുള്ളതും ധനമന്ത്രി സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആവശ്യപ്പെട്ടത് വിഴിഞ്ഞത്തിന് ഒരു പ്രത്യേക പാക്കേജാണ്. വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇന്നലെയും മിനിഞ്ഞാന്നും നടന്ന വിഴിഞ്ഞം സംബന്ധിച്ചുള്ള കോൺക്ലേവ്, ഇൻഡസ്ട്രീസിൻ്റെ കോൺക്ലേവ്, ഷിപ്പിങ്ങിൻ്റെ കോൺക്ലേവ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് വിഴിഞ്ഞം. വളരെ പെട്ടെന്ന് അതിൻ്റെ ലെവലിലേക്ക് എത്തുകയാണ്. അതിനകത്ത് 8500 കോടിയിലധികം രൂപയാണ് ആദ്യഘട്ടത്തിന് ആകെ ചിലവാക്കേണ്ടി വന്നത്. അതിൽ 5500 കോടിയും ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം തനത് വിഹിതം കണ്ടെത്തി ചിലവാക്കേണ്ടി വന്നതാണ്. രാജ്യത്തിനാകെയുള്ള ഒരു തുറമുഖമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെയ്നർ ടെർമിനലാണ്. അപ്പം അതിനകത്ത് നമുക്ക് ഒരു 5000 കോടി, ഇത് ഇന്ത്യയുടെ പ്രൊജക്റ്റാണ്. കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളിലാണല്ലോ ഓരോ പ്രൊജക്റ്റ്, പക്ഷേ അത് ആ രാജ്യത്തിൻ്റെ ആകെ. അതിന് 5000 കോടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഇപ്രാവശ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ VGFൻ്റെ കാര്യത്തിൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിന് തരുന്ന 800 ചില്ലാനം കോടി രൂപയുണ്ട്. അവർ അതുപോലും കടമായിട്ടാണ് തരുന്നതെന്നുള്ള പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. അപ്പം നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യം വളരെ ഗൗരവത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൂലധന നിക്ഷേപം എന്ന നിലയിൽ കാപ്പെക്സിൻ്റെ കാര്യത്തിൽ ചില കണ്ടീഷൻസ് വെക്കുന്നുണ്ട്, അത് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞത്തിൻ്റെ ഈ നല്ലൊരു കോസ്റ്റും ഏറ്റെടുക്കേണ്ടതാണ്. അവരിപ്പോൾ ഇത്ര മേജർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്ന പരിപാടികളിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിലെ നിങ്ങളൊരു അന്വേഷണം നടത്തിയാൽ മേജർ സിറ്റീസിലൊക്കെ മെട്രോ റെയിൽ നടക്കുന്നുണ്ട്. ഇപ്പം മഹാരാഷ്ട്ര എടുത്താൽ, കർണാടക എടുത്താൽ, ചെന്നൈ എടുത്താൽ, ഡൽഹി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, കൽക്കട്ടയിലെടുത്താലൊക്കെ വലിയ തോതിലാണ് ഈ മെട്രോ റെയിലിൻ്റെ ഒക്കെ പ്രവർത്തനം നടത്തുന്നത്. വലിയ കോസ്റ്റാണ് മെട്രോ റെയിലിന്. ഇപ്പോൾ തന്നെ നമ്മൾ കേരളത്തിലെ എറണാകുളത്ത് കൊച്ചി മെട്രോയുടെ അടുത്തൊരു ഫേസിന് തന്നെ 22,500 കോടി രൂപയാവും. 15-12 കിലോമീറ്റർ ഉള്ളതിന് എത്രയാവുന്നത്? അത്രയും കോസ്റ്റ്ലിയാണിത്. ഇതുപോലുള്ള പദ്ധതികളിലൊക്കെ വലിയ തോതിൽ സപ്പോർട്ട് കൊടുക്കാതെ സിറ്റി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ലാഭത്തിൽ കൃത്യമായി ഓടിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഈ VGFൻ്റെ പ്രശ്നം വരുന്നത്. അതുപോലെ ഇന്ത്യ പോലൊരു രാജ്യത്തിന് ഏറ്റവും വലിയൊരു പദ്ധതിയാണല്ലോ ഈ വിഴിഞ്ഞത്തിൻ്റെ സാധ്യത എത്രത്തോളമാണ് ഇനി വരാൻ പോകുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ ഊഹിക്കാൻ പറ്റില്ല എന്ന് എൻ്റെ അഭിപ്രായം. കാരണം അത്രയ്ക്ക് വലിയ ചേഞ്ചാണ് വിഴിഞ്ഞം പോലൊരു പദ്ധതി സക്സസ്ഫുള്ളായിട്ട് നടന്നാലുണ്ടാവുക. അതിന് കേന്ദ്രം സംസ്ഥാനം ഇതെല്ലാം കൊടുക്കണം, സംസ്ഥാനം എവിടുന്നെങ്കിലും ഉണ്ടാക്കണം. സംസ്ഥാനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വരുന്ന പണം കൂടി എടുത്താണ് കൊടുക്കുന്നത്. അത് വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വിചാരിച്ചതിനേക്കാളും മുന്നേ കമ്മീഷൻ ചെയ്യുന്നത്. പക്ഷെ അതല്ല നമ്മൾ ആവശ്യപ്പെട്ടത്, പ്രത്യേക പാക്കേജായിട്ട് വേണം തന്നെയാണ്. അതുതന്നെയാണ് വിഴിഞ്ഞം പദ്ധതി. സ്വപ്ന പദ്ധതിയാണ്. അത് എത്തരത്തിൽ രാജ്യത്തിന് ഗുണകരമാകുമെന്ന് പോലും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. അത്രയേറെ ഗുണകരമാകുന്ന ഒരു പദ്ധതി കൂടിയാണ് വിഴിഞ്ഞം പദ്ധതി. അതുമായി സംബന്ധിച്ചുള്ള തുകയുടെ കാര്യങ്ങളിലും കൃത്യമായൊരു നടപടി വേണം, കൃത്യമായൊരു തീരുമാനം വേണം. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു തീരുമാനം എത്തിക്കണം. ആ ഒരു തീരുമാനം അറിയിക്കുന്നത്, ആ ഒരു തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൂടി കേരളത്തിനുണ്ട്. പിന്നീട് കടക്കുമ്പോൾ കിഫ്ബിയുടെ കടമെടുപ്പ് പരിധിയാണ് ഏറ്റവും പ്രധാനമായ വിഷയം, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് മർമ്മപ്രധാനമായ ഒരു വിഷയം എന്നുകൂടി പറയാൻ സാധിക്കും. ആ ഒരു കിഫ്ബി കടമെടുപ്പ് പരിധിയിൽ ഒരു പുനഃപരിശോധന വേണം എന്നുള്ള ഒരു ആവശ്യം കൂടി
ധനമന്ത്രി ആവശ്യപ്പെടുന്നു. 3 വർഷത്തിനിടെ 12,000 കോടി രൂപയാണ് വെട്ടിക്കുറച്ചത്. പ്രതിവർഷം 4,000 കോടി രൂപയിലധികം വെട്ടിക്കുറച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. കിഫ്ബിയും പെൻഷൻ കമ്പനി എടുത്തതാണ് പ്രധാനം. പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വേറൊരു സംവിധാനമാണ്. നമ്മൾ ട്രഷറി കിടക്കുന്ന പണം അത് 2017 മുതൽ അതിൻ്റെ കണക്ക് നമ്മുടെ ബോറോയിങ് എന്ന് കുറച്ചു. കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ 3 വർഷത്തിനകത്താണ് അത് വെട്ടിക്കുറച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വർഷത്തെ ആകെ നമുക്ക് എടുക്കാവുന്ന ചിലവാക്കാവുന്ന പദ്ധതിയിൽ നിന്ന് 4,070 കോടി രൂപ വെട്ടിക്കുറച്ചു. അടുത്ത വർഷം വെട്ടിക്കുറയ്ക്കും. 4,070 എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ് നമ്മളെ സംബന്ധിച്ച്. എന്ന് മാത്രമല്ല, ഒരു വർഷം ശരാശരി 12,000 കോടി രൂപ. തൊട്ട് മുമ്പത്തെ സമയത്തേക്ക് ഒരു വർഷം 12,000 കോടി രൂപയാണ് കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും പേരിൽ നമുക്ക് ആ വെട്ടിക്കുറവ് വരുന്നത്. നമുക്ക് നമ്മുടെ കടപരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്നത് ഇത്രയും പണം. ഈ 12,000 കോടി വരിക എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് 36,000 കോടി രൂപയൊക്കെ ബോറോയിങ്, എഫക്റ്റീവ് ബോറോയിങ് കിട്ടുന്നിടത്താണ് ഈ 12,000 കോടി പോകുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യത്തിലും പുനഃപരിശോധന വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുനഃപരിശോധന വേണമെന്നുള്ളിടത്താണ് കേരളത്തിൻ്റെ പ്രതീക്ഷയുള്ളത്. നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തെ സംബന്ധിച്ചാണെങ്കിൽ 25% കേരളം മുടക്കുന്നത്. 6,000 രൂപ കടമെടുത്താണ് ഈ ചെലവുകളെല്ലാം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു തുക ചെലവിനായി വിട്ടു നൽകണമെന്ന ഒരാവശ്യം കൂടി കേരളം എടുത്തു സൂചിപ്പിക്കുന്നു. ഈ നാഷണൽ ഹൈവേക്ക് 25% ആകെ ചെലവിൻ്റെ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്തിനും അത് വാദമല്ല. കേരളത്തിൽ ഭൂമിക്ക് വില കൂടുതലായതുകൊണ്ട് നിങ്ങൾ തന്നാലേ പണിയൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ GSTയും മറ്റു കാര്യങ്ങളും ഇളച്ചു കൊടുത്താലേ ചെയ്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത ഘട്ടം ചെയ്യണമെങ്കിൽ ചിലത് ഗവൺമെൻറ് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 6,000 കോടിയോളം രൂപ നമ്മൾ കടമെടുത്ത് നാഷണൽ ഹൈവേക്ക് കൊടുത്തിരിക്കുന്നതാണ്. ആ പണം നമ്മുടെ ചെലവിനായി വിട്ടു തരണം. ഞങ്ങൾക്ക് ലാഭവിഹിതം വേണ്ട, ഞങ്ങൾക്ക് ആ പണം കടമെടുത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള അനുവാദം വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം ലാഭകരമായി ജനങ്ങൾക്ക് ജീവിക്കാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നികുതി അടച്ച് ജീവിക്കാൻ സാധിക്കും എന്ന് ഉള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിയതിന് ഏറ്റവും പ്രധാനമായൊരു കാരണം GSTയുടെ വരവാണ്. GST നിലവിൽ വന്നത് ഓരോ പൗരന്മാർക്കും ലാഭകരമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചുവെങ്കിലും പല ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോഴും സംസ്ഥാനത്തിന് ഓരോ വർഷവും GST നിലവിൽ വന്നതിന് ശേഷം 12,000 കോടിയാണ് നഷ്ടമുള്ളത്. ആ പണം നഷ്ടപരിഹാരമായി കേരളത്തിന് മടക്കി നൽകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി കേരളം കാത്തുവെക്കുന്നു. GST വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നഷ്ടം 12,000 കോടിയിലധികമാണ് ഇപ്പോൾ ഒരു വർഷം വന്നുകൊണ്ടിരിക്കുന്നത്. അത് കോമ്പൻസേഷൻ പീരീഡ് 5 വർഷം മാത്രമാണ് നിയമപരമായിട്ട് അവർ കൊണ്ടുവന്നത്. അത് ദീർഘിപ്പിക്കണം. കാരണം GST അല്ലായിരുന്നു, സെൽ ടാക്സ് ആയിരുന്നെങ്കിൽ, പഴയ വാറ്റായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ വർഷം കിട്ടുമായിരുന്ന തുകയിൽ നിന്നും 12,000 കോടി രൂപയിലധികം കുറവുണ്ട് GST വന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആ പണം ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് തരേണ്ടതാണ്. കാരണം GST വന്നതോടുകൂടി നമുക്കൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. ഇത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് വിദേശ വരുമാനം അല്ലെങ്കിൽ വിദേശ നാണ്യ വരുമാനം. രാജ്യത്തിൻ്റെ വിദേശ നാണ്യ വരുമാനത്തിൽ 21% കേരളീയരായ പ്രവാസികളാണ് നൽകുന്നത്. അവർക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രവാസികൾക്ക് അവരുടെ ഉന്നമനത്തിനായി, അവരുടെ ആവശ്യങ്ങൾക്കായി കൃത്യമായൊരു പ്രത്യേക പാക്കേജ്, 300 കോടി രൂപയുടെ പാക്കേജ് പ്രവാസി സംരക്ഷണത്തിനായി മാറ്റിവെക്കണം, അല്ലെങ്കിൽ സംസ്ഥാനത്തിനായി നൽകണം എന്നുള്ളൊരു ആവശ്യം കൂടി ധനമന്ത്രി പറയുന്നു. ഇന്ത്യയിലാകെയുള്ള വിദേശ വരുമാനത്തിൻ്റെ, വിദേശ നാണയ വരുമാനത്തിൽ ഏറ്റവും പ്രധാന ഭാഗം നമ്മുടെ NRIs അയക്കുന്നതാണ്. അതിനകത്ത് 21% കേരളക്കാരയക്കുന്ന പണമാണ്. ഈ വിദേശ നാണയം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു കമ്പനി, ഞാനോ നിങ്ങളോ ഒരു കമ്പനി നടത്തുകയാണെങ്കിൽ വിദേശ നാണയം ഇന്ത്യക്കകത്തേക്ക് വരുമ്പോൾ അതിനൊരു ഇൻസെൻറ്റീവ് ഉണ്ട്, കയറ്റുമതിക്ക് ഒരു ഇൻസെൻറ്റീവ് ഉണ്ട്. കാരണം വിദേശ നാണയം നമുക്ക് വേണം, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകോട്ട് പോകാതിരിക്കാനാണ്. പക്ഷേ ഈ NRK ആളുകൾ പുറത്തു പോയിട്ട് അയക്കുന്ന പണത്തിന് അങ്ങനൊരു ഇൻസെൻറ്റീവ് ഇല്ല. എന്നാൽ ഇത്രയും ചെയ്യുന്ന വിദേശ നമ്മുടെ പ്രവാസികളുണ്ടല്ലോ, അവർ 2 ലക്ഷത്തിലധികം കോടി രൂപയാണ് ഒരു വർഷം അവരുടെ അക്കൗണ്ടുകളിലേക്ക്, ഇന്ത്യയിലെ അക്കൗണ്ടിലേക്ക് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടത്തുന്ന, സംരക്ഷണ പദ്ധതികൾ നടത്തുന്ന സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് 300 കോടി
നമ്മുടെ പ്രവാസികളെ സംരക്ഷിക്കാനുള്ള പദ്ധതിക്കായിട്ട് മാറ്റിവെക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രത്യേകമായി ആവശ്യപ്പെട്ടതാണ്. ഇപ്രാവശ്യം അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വരുമോ എന്നറിയില്ല. ഞാനീ പറഞ്ഞ ലോജിക്കുണ്ട് അതിനകത്ത്. കാരണം ഇന്ത്യയിലാകെ ഉള്ളതിൽ 2 ലക്ഷത്തിലധികം കോടി രൂപ വിദേശ നാണയം നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഈ പ്രവാസികൾ വഴിയാണ്. കേരളത്തിലെ ഇന്ത്യയിലാകെ അതിൻ്റെ 5 ഇരട്ടിയുണ്ട്. അപ്പോൾ അതിനൊരു പദ്ധതി വേണം. കേരളത്തിലെ ജനങ്ങളും സർക്കാരും ഏറെ നാളായി ആശങ്കയോടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കേരളത്തിൽ നിലവിലുള്ള വന്യജീവി സംഘർഷം. ഇന്നും ആ സംഘർഷങ്ങൾക്ക് ഒരു ശമനം തീർക്കാൻ സർക്കാരിനോ ജനങ്ങൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. അതിന് കൃത്യമായൊരു തടയിടണം എന്നുള്ളൊരു തീരുമാനം കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായ നടപടികൾ പല ഘട്ടങ്ങളിലും മുടങ്ങി നിൽക്കുകയാണ്. കേന്ദ്ര നിയമങ്ങളാകട്ടെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിലവിലുള്ള നിയമങ്ങളാകട്ടെ ഒക്കെ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഇതിനൊരു തടയായി മുന്നിൽ നിൽക്കുന്നത്. വന്യജീവി സംഘർഷം, ആ ഒരു സംഘർഷം അവസാനിപ്പിക്കാൻ പ്രത്യേക പാക്കേജ് ആവശ്യമാണ് കേരളത്തിന് എന്നുള്ളൊരു ആവശ്യം പ്രധാനമായും ധനമന്ത്രി ആവശ്യപ്പെടുന്നു. 1000 കോടി രൂപയുടെ ഒരു പാക്കേജാണ് വന്യജീവി സംഘർഷം തടയാനായി കേരളം ആവശ്യപ്പെടുന്നത്. പിന്നീട് ഏറ്റവും സജീവമായി ഇപ്പോൾ നിങ്ങളുടെ വാർത്തയിലെ നല്ലൊരു ഭാഗം അപഹരിക്കുന്നതാണ്. വന്യമൃഗവും മനുഷ്യനും വന്യമൃഗവും ഒക്കെ തമ്മിലുള്ള വലിയ പ്രശ്നം, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. അത് നമ്മൾ ചെയ്യാവുന്നത് പല കാര്യങ്ങൾ ചെയ്തു. നമുക്ക് എല്ലാ കാര്യവും പരിഹരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്നും ഒരു കടുവ കൂട്ടി വന്നിട്ടുണ്ട്. ഇന്ന് വാർത്ത കണ്ടതാണ്, ഞാൻ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരു കടുവ നമ്മുടെ നാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യജീവൻ കവർന്നെടുത്തു. അത് പിന്നെ അസുഖമല്ല, അത് തമ്മിൽ ആക്രമണം ഉണ്ടായതാണെന്ന് പറയുന്നത് കഴുത്തിന് കടിയുണ്ട്, അത് ചത്തു. വഴിനീള പുലിയും കടുവയും പ്രധാനപ്പെട്ട റോഡിലൊക്കെ ഇത് വന്നുകൊണ്ടിരിക്കുക. അതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വലിയ കൃത്യമായ പദ്ധതികൾ വേണം. അത് സാമ്പത്തിക സഹായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. എങ്കിൽ പോലും ഇതിനെയൊക്കെ തടഞ്ഞു നിർത്താനും നിയന്ത്രിക്കാനും പറ്റുന്ന തരത്തിലേക്ക് വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. കേരളമാണ് ഏറ്റവും കൂടുതൽ ശതമാനാടിസ്ഥാനത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാടുള്ള സ്ഥലം. കാരണം നമുക്ക് 34-35% ഫോറസ്റ്റാണ്, തോട്ടങ്ങളും ഫോറസ്റ്റാണ്. നമ്മുടെയൊക്കെ വീടുകളുടെ അടുത്ത് വരെ വരുക. MC റോഡിൽ കൂടെ ഒക്കെ കാട്ടാൻ ഇറങ്ങിപ്പോകുന്നതിൻ്റെ വാർത്തയൊക്കെ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന് ഒരു പ്രത്യേകമായൊരു പാക്കേജ് വേണം. 1000 കോടിയുടെ ഒരു പാക്കേജ് വേണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വളരെ ന്യായമായൊരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾക്ക് അതിനൊപ്പം അറിയാം, നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. പ്രത്യേക നിയമങ്ങളിൽ തന്നെ മാറ്റം വരുത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടാണ് ഞാനിത് പറയുന്നത്. കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ കണക്കെടുത്താൽ ആ പട്ടികയിൽ പ്രധാനമായും നിൽക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായും കാണാൻ സാധിക്കുന്ന ഒരു കാർഷിക വിള കൂടിയാണ് റബ്ബർ സബ്സിഡിയുമായി ബന്ധപ്പെട്ട് ഏറെ നാളായി സമരങ്ങളാകട്ടെ, അതിനെ സംബന്ധിച്ച് നിർദ്ദേശങ്ങളാകട്ടെ, അതിനെ സംബന്ധിച്ച് ഹൈക്കോടതി കേസുകളാകട്ടെ എല്ലാം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയം തന്നെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ റബ്ബർ സബ്സിഡിയുമായി ബന്ധപ്പെട്ട് ഒരു പാക്കേജ് കേരളത്തിന് ആവശ്യമാണ് എന്നുള്ളതും ധനമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. 1000 കോടി രൂപയുടെ പാക്കേജാണ് ധനമന്ത്രി ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നിലവിലെ റബ്ബറിൻ്റെ തറവിലയായ 180-ൽ നിന്നും കേന്ദ്രം 250-ലേക്ക് തറവില എത്തിക്കാനും ആവശ്യപ്പെടുന്നുണ്ട് കേരളത്തിൻ്റെ ധനമന്ത്രി. പിന്നീട് നമ്മുടെ ഈ റബ്ബർ സബ്സിഡിയുടെ കാര്യത്തിൽ, റബ്ബറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 250 രൂപയെങ്കിലും ആക്കാനുള്ള ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വേണം. നമ്മളിപ്പോൾ തറവില ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനം 180 കൊടുക്കുന്നുണ്ട്. നമ്മൾ കേന്ദ്രം അതിനായിട്ട് പ്രത്യേക ഒരു ഫണ്ട്, 1000 കോടിയുടെ ഒരു ഫണ്ട് രൂപീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫണ്ടിൽ നിന്ന് ബാലൻസ് ചെയ്ത് പണം കൊടുക്കാൻ പറ്റും. പിന്നീട് പ്രായമുള്ള ആളുകൾ ഏറ്റവും കൂടുതലുള്ള, ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് ഇപ്പോൾ ഇന്ത്യയിൽ. 17-18% 60 വയസ്സിന് മേളിലുള്ളവരാണ്. 20% എത്തിയിട്ടുണ്ട് ആ കണക്ക്. അതിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതിക്കായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ബഡ്ജറ്റിനകത്ത് വെച്ചേക്കുന്ന ചില സ്കീം അനുസരിച്ചിട്ട് അവരുടെ സാമ്പത്തിക സഹായം ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര പദ്ധതികൾ നിരവധിയാണ് കേരളത്തിലുള്ളത്. കേന്ദ്ര പദ്ധതിയിലൂടെ വേതനം നേടുന്ന ഒരുപാട് തൊഴിലാളികളും കേരളത്തിലടക്കമുണ്ട്. കേന്ദ്ര പദ്ധതി തൊഴിലാളികൾക്ക് വേണ്ട വേതനത്തിൽ ഇനിയും ഒരു മാറ്റം ആവശ്യമാണ്. ആ ഒരു മാറ്റം തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഈ ഒരു ബജറ്റിലൂടെ പ്രതീക്ഷിക്കുന്നത്. കാലോചിതമായ ഒരു വർധന കേന്ദ്രം ഈ ഒരു വേതന കാര്യത്തിൽ വരുത്തണമെന്നും കൂടി ധനമന്ത്രി ആവശ്യമുയർത്തുന്നു. പിന്നീട് നമ്മുടെ ഈ സ്കീം വർക്കേഴ്സ് ഉണ്ട് ധാരാളം. സെൻട്രൽ ഗവൺമെൻറ് സ്കീമിൽ പലതുണ്ട്. പാചകത്തൊഴിലാളി, നിങ്ങൾക്കറിയാം, തൊഴിലുറപ്പ്, പാചകത്തൊഴിലാളി, അംഗൻവാടി, ആശ, ഇങ്ങനെ ധാരാളമുണ്ട്. അതിനകത്ത് കുറേ കാലമായി അതിൻ്റെ ഒരു കൂലി നിശ്ചയിച്ചിട്ട്, അത് പ്രത്യേക സ്കീമാണ്, കേന്ദ്ര ഗവൺമെൻറ് സ്കീമിലാണ് പൊതുവിൽ.
അതിനകത്ത് കൂലി പുനർനിശ്ചയിക്കണം. ഒരു പാചക തൊഴിലാളിക്ക് ഒരു മാസം കൊടുക്കുന്നത് 12,500 രൂപയാണ്. ഇതിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സ്കീമിൽ കിട്ടുന്ന എത്രയാണെന്നറിയോ? 600 രൂപ. അത്രേ ഉള്ളൂ മന്ത്. 600 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത് തരുന്നത്. 12,500 രൂപ. ഇത് എല്ലായിടത്തും ഏറിയും കുറഞ്ഞ് ഈ വ്യത്യാസം കാണാം. നമുക്ക് ആശാ വർക്കേഴ്സിനും അംഗൻവാടിക്കൊക്കെ അവർ കൊടുക്കുന്ന വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ബാക്കിയും കൂടി ഇട്ടാണ് കൊടുക്കുന്നത്. അത്ര ഈ 600 രൂപ അത് തന്നെ പലപ്പോഴും തരുന്നില്ല എന്നുള്ളതാണ്. ഇത് കാലോചിതമായി ഇതിനൊക്കെ വർധന വരുത്തണം എന്ന ആവശ്യം നമ്മൾ മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളും ആവശ്യപ്പെടാറുണ്ട്. ഇങ്ങനെ ആരോപണങ്ങളാൽ മൂടപ്പെടുന്നുണ്ടെങ്കിലും കേരളം മെച്ചപ്പെടുന്നുവെന്ന കേന്ദ്ര റിപ്പോർട്ടുകളിലെ പരാമർശങ്ങൾ ഏറെ ആശ്വാസം നൽകുന്നതാണെന്നും ധനമന്ത്രി പറഞ്ഞു വെക്കുന്നു. ഫിനാൻഷ്യൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ കാര്യത്തിൽ നമ്മൾ വീക്കാണെന്നാണ്. പ്രത്യേകം പറഞ്ഞാൽ സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് വീക്കാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇല്ല. കാരണം മറ്റ് സ്ഥലങ്ങളിൽ ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല, ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ള തരത്തിലേക്ക് പലയിടത്തും വരുന്നു. സോഷ്യൽ സെക്യൂരിറ്റി ഇല്ലാതെ വരുന്നു. നമ്മളിത് കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് നമ്മൾ 38% നമ്മുടെ ഡെറ്റ് GDP റേഷ്യോ എങ്കിൽ അതിൽ നിന്ന് 34% കുറഞ്ഞ് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട്. കേന്ദ്ര റിപ്പോർട്ടുകൾ മെച്ചപ്പെടുന്നു എന്നുള്ളൊരു സൂചന നൽകുമ്പോഴും ഓരോ ആവശ്യങ്ങൾ എടുത്തെടുത്ത് പറയുമ്പോഴും പല ഘട്ടങ്ങളിലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വന്ന വിമർശനങ്ങൾക്കും ധനമന്ത്രിക്ക് കൃത്യമായ മറുപടിയുണ്ട്. വളരെ ഗുണകരമായ ചെലവ് തന്നെയാണ് സംസ്ഥാനം നടത്തുന്നതെന്നാണ് സംസ്ഥാന ഗവൺമെൻറ് അഭിപ്രായം. അതിനകത്ത് അവർ പറയുന്നത്, പ്രധാനമായിട്ടും അവർ പറയുന്നത്, ഇന്ത്യയിലെ സോഷ്യൽ സെക്യൂരിറ്റിയിൽ ഇത്രയും പണം നിങ്ങൾ എന്താണ് ചിലവാക്കുന്നത്? എഡ്യൂക്കേഷന് ഇന്ത്യൻ ശരാശരിയേക്കാളും 10% നിങ്ങൾ അതിന് അധികം ചിലവാക്കുന്നത്? ആശുപത്രിക്ക് എന്തിനാണ് ഇത്ര അധികം ചിലവാക്കുന്നത്? ചികിത്സാ സമ്പ്രദായത്തിന് എന്തിനാണ് ഇത്ര ചിലവാക്കുന്നത്? ഈ തരമാണ് ഈ ഹെൽത്ത് മോശം എന്ന് പറഞ്ഞത്. ജനങ്ങളുടെ ഹെൽത്ത് ഉണ്ടാവാൻ വേണ്ടി പണം മുടക്കുന്നത് അത്ര ഹെൽത്തി അല്ല എന്നാണ് കേന്ദ്ര ഈ നീതി ആയോഗ് പറയുന്നത്. ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പണം മുടക്കുന്നതാണ് ആരോഗ്യകരം. ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം മുടക്കുന്നതാണ് ആരോഗ്യകരം. അതിന് കേരളത്തിൻ്റെ നേട്ടത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാനം അത്തരം കാര്യങ്ങളാണ്. എന്നാൽ നിയന്ത്രണങ്ങൾ വേണം എന്നുള്ള കാര്യത്തിനകത്ത് സംസ്ഥാനത്തിന് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. വരുമാനം വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. അക്കാര്യത്തിലൊക്കെ മുന്നിൽ വന്നു. നേരത്തെ ഉള്ളതിനേക്കാളും ഈ കോവിഡ് കാലത്തും അതിനുശേഷമൊക്കെ നോക്കിക്കോളൂ, മുമ്പുള്ളതിനേക്കാൾ അല്പം കൂടെ മെച്ചപ്പെട്ടിട്ടല്ലാതെ പുറകോട്ട് പോയി എന്നല്ല റിപ്പോർട്ട് പറയുന്നത്. പക്ഷെ അവരുടെ വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് കേരളത്തിൻ്റെ അതേ രീതിയിലുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ പകുതിയാക്കി PSC അപ്പോയിൻമെൻറ്റ്, പകുതിയാക്കി എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ, അതുപോലെ ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ചെയ്യുന്നത് അല്ല ശരിയെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അനവധി പദ്ധതികൾ, അനേകം പ്രഖ്യാപനങ്ങൾ, എണ്ണിയാൽ തീരാത്ത പ്രതീക്ഷകൾ. കാത്തിരിക്കാം ഇവയുടെ എല്ലാം സാക്ഷാത്കാരത്തിനായി.